ഹലോ, ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശേഷങ്ങൾ ഇൻട്രൊഡക്ഷൻ. ഈ ഉണ്ണിമാങ്ങ പൊഴിയുന്നിടം വരെ ഇവിടെ നിന്ന് എടുക്കും അല്ലേ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഉണ്ണിമാങ്ങ എന്നാണോ പൊഴിഞ്ഞു പോകുന്നതെന്ന് അറിയത്തില്ല. അത് കാണിച്ച് മൊത്തം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചിട്ടല്ല, വേറെയുള്ള രീതിയെല്ലാം പറയാം. കണ്ണും കിണ്ണും അങ്ങനെയുള്ളതല്ല, എനിക്ക് അതൊന്നും ഒരു വിശ്വാസമില്ല. ഞാനിത് ചൂടത്ത് മുഴുവൻ പൊഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പാചകമുണ്ട്. പിന്നെ നമ്മുടെ ഇതിനകത്തില്ലേ, പണ്ട് ദൂരദർശനകത്ത് ഇരുന്നുകൊണ്ട് കത്തുകൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവരുടെയും കത്തുകൾക്കുള്ള മറുപടി ഒക്കെ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എന്താ, കത്തുകൾക്കുള്ള മറുപടി ഉണ്ട്. പിന്നെ ശങ്കരൻ പിന്നെയും തെങ്ങേ തന്നെ. അതെന്താന്ന് നിങ്ങൾ കേട്ടാൽ മതി. പിന്നെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ മോൻ കോളേജിലോട്ട് പോയി. ഇപ്പം അങ്ങനെ വാതുക്കെ തന്നെ നിൽക്കുവാണ്. അപ്പം നമ്മുടെ നിക്കി, നീലും, ഇക്രുവും എല്ലാവരും അവിടെ നിന്ന് എന്നെ നോക്കുന്നു. ഒരുത്തിയാണെ തല പുറത്തോട്ടിട്ട് ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന പോലെ കിടക്കുക. നീലു, നിക്കി, ഇനി പാല് കൊടുക്കാൻ നോക്കിയിരിക്കുക. പാല് തരാം അമ്മ വന്നിട്ട് കേട്ടോ. അടുത്ത ഡ്യൂട്ടി അവർക്ക് പാല് കൊടുക്കലാണ്. കാച്ചി വെച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ അതെടുത്ത് നമുക്ക് കൊടുക്കണം. അപ്പം നമുക്കിനി അടുക്കളയിലോട്ട് പോകാം. രാവിലെ തന്നെ നമ്മുടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. കടലക്കറിക്ക് തേങ്ങയൊക്കെ വറുത്ത് വെച്ചേക്കും. നമുക്ക് അരയ്ക്കാം. കടലക്കറിക്ക് കടല ചേർക്കാന്ന് വെച്ച് നോക്കിയപ്പോൾ ഉണ്ട് കടല കുറച്ചുകൂടെ മിഴിച്ച് കിടക്കുന്നേ, എന്നെപ്പോലെ ചക്കക്കുരു പോലെ കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്നുകൂടെ നന്നായിട്ട് കിടന്ന് വേകട്ടെ, അല്ല പിന്നെ കൊള്ളത്തില്ലല്ലോ. ഒത്തിരി വേകാതില്ല, ഇവിടെ നല്ലതായിട്ട് വേകണം. അപ്പം അത് വേകട്ടെ. കടലയുടെ ഏറ് പോകുമ്പോഴത്തേക്കേ നമുക്ക് ഇന്നൊരു അച്ചിങ്ങ മെഴുക്കോട്ടെ ഇത്രയും മതി. ആകെ 3 പേർക്ക് ചന്തു കൂട്ടി അത്രയേ ഉള്ളൂ. അവന് മീൻ വറുത്തൊക്കെയാണ് താല്പര്യം. കൂട്ടും, പിന്നെ ഒരു ശകലം എടുത്താൽ മതിയല്ലോ. ശരിക്കും പറഞ്ഞാൽ 2 പേരുള്ളത് ഭയങ്കര ഇതല്ലേ. എല്ലാ സാധനം ഇച്ചിരി മതി, ഉണ്ടാക്കുന്നതും ഇച്ചിരി മതി, മിച്ചവും വരും. അമ്മയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ചിങ്ങ എടുത്തപ്പം എനിക്ക് പച്ചമുളക് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. എൻ്റെ അഹങ്കാരം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോയ്ക്ക് വേണ്ടി എന്ത് പാടാപ്പെടുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി എൻ്റെ പച്ചമുളക് പോയി നമുക്ക് പറിച്ചുകൊണ്ട് വരാം. നമ്മുടെ മുരിങ്ങ ഉണ്ടല്ലോ, വെട്ടിയിട്ടത്ത് കിടന്ന് കിളുക്കുന്നു. അല്ലാത്തപ്പം മുരിങ്ങ നിലത്ത് കുത്തി നിർത്തി കഷ്ടപ്പെട്ട് നടുവാണെങ്കിൽ കിളുക്കത്തില്ല. ഒരു ബന്ധവും ഇല്ലാതെ നിന്ന് കിളുക്കുന്നുണ്ടോ? എന്നാ കളിയാന്ന് പറഞ്ഞ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും പുച്ഛം അല്ലേ. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അങ്ങനില്ല ഇങ്ങനില്ല മറ്റതില്ല കളഞ്ഞില്ല. ഇതാ കണ്ടോ, ഇതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്ന് മുളകെടുത്തത് കേട്ടോ. ഒരു മുളക് മറ്റേ ഇതായിരുന്നു എടുക്കാവേ. ഇതിലാണെ നിറച്ച് നിപ്പണ്ടേ. ഇതാ ഇതല്ല ലെയറായിട്ട് കിടക്കുക. ഇതൊന്നും നമുക്ക് ഒരെണ്ണം എടുക്കാം. ഇനി 2 നിർത്തിയേക്കും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. രാവിലെ മാത്രമേ ഉള്ളൂ ഇതാ ഈ നന്ദ്യാർവട്ടപ്പൂ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നത് കണ്ടോ. ഞാൻ ഓർത്തുന്ന അമ്പലത്തിൽ കൊണ്ട് ഇപ്പം ഇത് കൊടുക്കാന്ന്. പിന്നെ രാവിലെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ജലദോഷമൊക്കെ ആണ്ട് കുളിക്കാനും ഒക്കെ മടിയായിരുന്നു. പെട്ടെന്ന് നമ്മളെല്ലാം ചെയ്യണ്ടേ, അതുകൊണ്ടാണ്. ഇനി ശരിക്കും നാളെ എന്നാ ദിവസമാണ്, വെള്ളിയാഴ്ച അല്ലേ. ഭഗവാന്റെ അവിടെ ഭയങ്കര ഇഷ്ടമായി പൂ. നാളെ നോക്കട്ടെ, ഞാൻ നാളെ ഉറപ്പ് പറയുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, ശനിയാഴ്ച രാവിലെ കൊടുക്കാമല്ലോ അല്ലേ. എന്നാൽ ശനിയാഴ്ച ആകുമ്പം ഭഗവാൻ ഒന്നുകൂടെ സന്തോഷമല്ലേ. അയ്യോ, ഞാൻ ഉറപ്പ് പറയുന്നില്ല ഭഗവാനെ, എന്നെ ഒന്ന് ശിക്ഷിച്ചേക്കല്ലേ. ശനിയാഴ്ച ഞാൻ നോക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കണ്ടോ നിറച്ചുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഞങ്ങൾക്ക് പുട്ടും കടലക്കറിയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കുറിച്ചി ഇന്നലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പം അവനെ അങ്ങ് വെട്ടിയെടുക്കാം. ഇങ്ങനെ നമ്മുടെ കുറിച്ചിയെ നമുക്ക് വെട്ടാം കേട്ടോ. കുറിച്ചിയൊക്കെ വെട്ടാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കത്രിക തന്നെ നല്ലതല്ലേ, ശീലമായവർക്ക് കേട്ടോ. അല്ലാണ്ട് എല്ലാവർക്കും ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലേ. ഓരോ ആൾക്കാരും ജനിക്കുമ്പോഴും
വളരുമ്പോഴും എല്ലാം പല വീട്ടിലല്ലേ, അപ്പം പല ശീലങ്ങളാണ് ഓരോരുത്തർക്കും വരുന്നത്, സ്വഭാവത്തിനും എല്ലാം മൊത്തം പൊതുവെ. അപ്പം എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിലുള്ള ഒരു കാര്യം ഞാൻ പറയുവാണ്. എനിക്ക് കുറിച്ചി വെട്ടാൻ ഇതാണ് ഇഷ്ടം, കത്രിക. എനിക്ക് എളുപ്പമാണ്. കാരണം അല്ല നമ്മൾ ഈ പിച്ചാത്തി വെച്ച് അറുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ കൈയുടെ തള്ളവിരലിൻ്റെ അവിടെ ഇച്ചിരി തൊലിയും പോകും. കൂടാതെ തേക്കുന്ന സമയം ഈ മുഴുവൻ ഇതങ്ങോട്ട് കളയാൻ പറ്റത്തില്ല. അതാണ് പറയുന്നത് കേട്ടോ, അല്ലാണ്ടൊന്നുമല്ല. അപ്പം ഞാൻ കുറിച്ച് വെട്ടുന്നത് ഇങ്ങനെയാണ്. എന്ത് ഭംഗിയാ കുറിച്ചിയെ കാണാനല്ലേ. മീൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരിക്കും ഞാനാ സുന്ദരി നീയാ സുന്ദരി എന്നൊക്കെ അല്ലേ, മനുഷ്യരെ പോലെ. എനിക്ക് അതിൻ്റെ കണ്ണൊക്കെ കാണാൻ കടഞ്ഞെടുത്ത കണ്ണാ. എനിക്ക് എന്ത് രസമാണ് കാണാൻ. ചില പെണ്ണുങ്ങളുടെയൊക്കെ കണ്ണ് പോലെ അല്ലേ. പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പ് വരുത്താകുമ്പോഴത്തേക്കും ഒന്നും പറയത്തില്ല. നീ സുന്ദരിയാണോ, നീ നല്ലതാണോ, ഒന്നും പറയത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയണം അല്ലേ. അപ്പം ഇത് കണ്ട കുറിച്ച് തന്നെ പലതുണ്ട്. ഇത് പുള്ളിക്കുറിച്ച് അല്ല, പാൽക്കുറിച്ച്, സോറി, അത് പാൽക്കുറിച്ചാണ്. നല്ല കട്ടിയില്ല മുള്ളിന്. ഇവനൊരു മുറ്റ് സാധനം കേട്ടോ. ഇവൻ കടലിൽ കിടക്കുമ്പോഴും മുറ്റായിരിക്കും, അത്രയ്ക്ക് കട്ടി അവൻ്റെ ഈ എന്തിനാ മുള്ളിന്. എനിക്കിവിടെ പക്രു കൂട്ടുണ്ട്. പക്രു നോക്കിയിരിക്കുക ഇവിടെ, അങ്ങോട്ട് മാറി ഞാൻ എന്നാ ചെയ്യുന്നേന്ന്. അപ്പം ഞാനിതെല്ലാം ഒന്ന് വെട്ടിയൊക്കെ എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് പിന്നെ കാണാവേ. കുറച്ച് വെട്ടിയിട്ട് നമുക്ക് കാണാം. ഇപ്പോഴേ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. മീൻ വെട്ടലും എല്ലാം മീൻ വെട്ടി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്. ഇതാ ഇത് പീര വെക്കാന്, ഇത് വറക്കാന് കുറിച്ചാണേ. അപ്പൊ നമുക്ക് പീര വെക്കാനുള്ള പെരട്ടി അങ്ങ് വെച്ചേക്കാം. ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പുളി കുടംപുളി എല്ലാം റെഡിയാക്കി വെച്ചേക്കുവായിരുന്നേ, എളുപ്പമുണ്ടല്ലോ. അപ്പം വെള്ളം എല്ലാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ പെരട്ടി നമുക്ക് ഉപ്പ് വിട്ട അവനെ അങ്ങോട്ട് വെച്ചേക്കാം. ഉപ്പ് ഇടുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ഉപ്പും പുളിയൊക്കെ ഇടുമ്പോഴേ ടെൻഷൻ തുടങ്ങും. ദൈവമേ എത്ര പ്രാവശ്യം നോക്കേണ്ടി വരുമോ എന്നാണ് അല്ലേ. ശരിക്കും പറഞ്ഞ കറിവേപ്പില ഇടണേ. എല്ലാം ഇട്ട് നമ്മൾ കിടക്കപ്പായിട്ട് കിടക്കേന്ന് എഴുന്നേറ്റ് താഴോട്ട് കാല് വെക്കുമ്പോഴേ നമ്മൾ ആലോചിക്കുന്നതന്നെ, ഈശ്വര ഇന്ന് രാവിലെ എന്നൊക്കെ ജോലിയുണ്ടോ അതെല്ലാം നല്ല രീതിയിൽ നടത്തണം. പിന്നെ ഉപ്പും പുളിയും നോക്കുന്നു, ഒറ്റ പ്രാവശ്യം നോക്കാവുള്ളേ എന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സാധാരണ ഭൂമിദേവിയോട്ട് കാലിങ്ങനെ വെക്കുമ്പം പ്രാർത്ഥനയൊക്കെ വേറെയാ. എൻ്റെ പ്രാർത്ഥന ഇതൊക്കെയാണ്. ചോറുണ്ണുമ്പം നമ്മൾ ആർത്തി കൊണ്ടുണ്ണാൻ നോക്കും. കയ്യെ നോക്കിക്കൊണ്ട് കരാഗ്രേ വസുദേ ലക്ഷ്മി കരബ്രഹ്മ ആ നാമാണ് ചെല്ലേണ്ടത്. ചിന്മയായി പിള്ളേർക്കറിയാം കേട്ടോ. ചിന്മയായി പഠിച്ചോണ്ട് അങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഗുണങ്ങൾ അന്നുണ്ടായിരുന്നു, ഇന്നിപ്പം അതൊന്നും പാടാറുമില്ല, ഒന്നുമില്ല. സംസ്കൃതങ്ങളും ഒക്കെ അവർക്കറിയാം. അപ്പൊ ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. ഇതെല്ലാം കഴുകി വെക്കണം. കഴുകി വെച്ചിട്ട് മീൻ വറുക്കാനുള്ള നമുക്ക് പെരട്ടാം. അപ്പൊ നമ്മുടെ കുറിച്ചിയൊക്കെ ദാ പെരട്ടി. ഇന്നത്തേക്ക് നമ്മൾ രാവിലെ മോന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ അയിലക്കുഞ്ഞുണ്ടായിരുന്നല്ലോ, 2 അയിലക്കുഞ്ഞ് ഇരിപ്പുണ്ട്. രാവിലെ തന്നെ വറുത്ത് വെച്ചായിരുന്നു. അവന് കോളേജിലും കൊടുത്തു വിട്ടു. പിന്നെ 2 എണ്ണത്തിന് അവന് വൈകിട്ടത്തേക്കും വെച്ചിട്ടുണ്ട്. അതൊക്കെ മതി. 2 അയിലക്കുഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ വെല്യാള് വരുമ്പോഴത്തേക്കും ഈ അയിലക്കുഞ്ഞിന് അവനിഷ്ടം. അപ്പം ഇത് അവന് കൊടുക്കാന്ന് പറഞ്ഞ് വെച്ചേക്കുന്നു. നാളെ വൈകിട്ടത്തേക്കും മതിയല്ലോ അവന്. അപ്പൊ ഇതങ്ങ് വറുത്ത് കൊടുക്കാം. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുട്ട പൊരിച്ചു കൊടുക്കാം. പിന്നെ ഈ കുറിച്ചിയെ നമുക്ക് നാളെ ഉച്ചക്ക് എടുക്കാം. ഇന്നൊരു ദിവസം കൊണ്ട് നേരം വെളുത്ത് പോത്തൊന്നും ഇല്ലല്ലോ, തീരത്തൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്നായിരുന്നു ഇന്ന് കുറിച്ച് വറക്കുന്നില്ല. ഇന്ന് കുറിച്ച് വറക്കുന്നേ ഇല്ല. അങ്ങനെ വേണ്ട, ഇന്ന് കുറിച്ച് വറക്കുന്നില്ല. അതേപോലും ആ അയില വറുത്തത് മാറ്റി വെച്ച് വീണ്ടും കുറിച്ചെടുത്തിട്ട് ആ ഒരു മടിയാണ് സത്യം പറഞ്ഞ.
വേണ്ട, ചേട്ടന് വലിയ നിർബന്ധമൊന്നുമില്ല. നാളെ ഉച്ചയ്ക്ക് വറുത്ത് കൊടുത്താൽ ചേട്ടൻ കഴിച്ചോളൂല്ലോ. ഇന്ന് കുറച്ച് പീരയുണ്ട്. പുളിശ്ശേരിയെ ഞെക്കി തൂറ്റിച്ചെടുക്കണം. എന്തോ നമ്മുടെ ഇത് ഏത്തപ്പഴത്തിന്റെ ചാറും അതും എല്ലാം ഒന്നിച്ചാക്കി ഇരിക്കുക. എങ്ങനെയായാലും ഇന്ന് ഉച്ചക്കത്തേക്ക് ആക്കാം. അത് ഞാൻ ഞെക്കിയൊക്കെ എടുത്തോളാം, നമ്മളല്ലേ. അപ്പൊ കുറിച്ചിപ്പീരുണ്ട്. അച്ചിങ്ങ മെഴുക്കുവരട്ടി വരുന്നേ, ഇത് വെച്ചിട്ട് വരാം. നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടിക്കും കൂടെ ഉള്ളത് ഈ അടുപ്പയിലോട്ട് അങ്ങോട്ട് വെച്ചേക്കാം. ഇതൂടെ കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. ഇതും കൂടെ ഇതെല്ലാം വെച്ച് അടുപ്പത്താക്കി വെച്ചിട്ട് ശകലം തുണിയെ നനയ്ക്കാനുണ്ടേ. ശകലേ ഉള്ളൂ, കുറെ ടവലുകള്. ഈ ജലദോഷം വന്നപ്പോഴേ മുക്ക് ചീറ്റിയ ടവലുകൾ അത് വൃത്തിക്കും മെനയ്ക്ക് നനച്ച് ഡെറ്റോളിനകത്തൊക്കെ മുക്കണ്ടേ. ചിലയൊക്കെ അത് ദൂരോട്ട് പറയും. കാരണം ഭയങ്കരമായിട്ട് ജലദോഷം വന്നു. ഈ കോളേജിലൊക്കെ കൊണ്ടേ അതൊക്കെ ഞാൻ എടുക്കത്തില്ലേ. ഞാൻ എൻ്റെ വെളിച്ചെണ്ണ ജാതി ഇങ്ങോട്ട് കുറച്ച് ഒഴിച്ച് വെച്ചേ. ഇത് എളുപ്പമുണ്ടല്ലോ നമുക്ക്, ഇല്ലേ. അച്ചിങ്ങായിക്കൊന്നും ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് തീരെ ചെറുതായിട്ട് തീയിട്ടിട്ട് അടച്ചു. ഇവിടെ കിടന്ന് വേഗട്ടെ അല്ലേ. മീൻ അവിടെ ഇരുന്ന് പറ്റട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ പോയി നനച്ചിട്ടൊക്കെ ഇച്ചിരി നാരങ്ങാളോടെ കലക്കി വെച്ചിട്ട് പോയി നനയ്ക്കാനേ. നമുക്ക് നാരങ്ങാളോടെ കലക്കി വെച്ചിട്ട് പോയാലൊരു കാര്യമുണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് വന്ന് നന കഴിഞ്ഞിട്ട് വന്ന് വെള്ളം കുടിക്കാമല്ലോ. അങ്ങനെ ചേട്ടൻ നനച്ച് വെക്കും കേട്ടോ. എനിക്ക് എല്ലാ പണിയും ഞാൻ ചെയ്ത് തീർത്തിട്ട് പോകണം. ഒന്നും ആരോടും ചൊറിയുന്നു ചെയ്യാൻ പറയുന്നത് ഇഷ്ടമില്ല. സ്വഭാവം വൃത്തിയുടെ സ്വഭാവം അല്ലേ അല്ലേ. ഞാനൊന്നും ആരോടും ചെയ്യാൻ പറയില്ല. അവർ ചെയ്യുവാണെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടനും അമ്മയൊക്കെ പറയും, അമ്മയോടൊപ്പനും പറയും അതൊന്നും ഞാൻ ചെയ്യത്തില്ലായിരുന്നു. ഞാൻ പറയും അത് ഞാൻ പറയത്തില്ല, ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്യുക, അത്രേ ഉള്ളൂ. എനിക്ക് ഇന്നവർ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയോട് ഞാൻ പറയും, എടീ നീ എന്നെ കൊണ്ടുപോടി നിന്റെ കടയിലേക്ക്, നിനക്ക് എന്നും ഞാൻ ജ്യൂസ് പിഴിഞ്ഞു തരാമെന്ന് പറയും. ആള് കിടന്ന് ചിരിക്കും. നമുക്കൊരു കടയുണ്ടെങ്കിലേ ഞാൻ പൈസ ഉണ്ടാക്കിയേനെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങാളും ജ്യൂസൊക്കെ ഉണ്ടാക്കി. അല്ലാതെ തന്നെ കടയില്ലാഞ്ഞിട്ട് എനിക്ക് ഡെയിലി ഇത് പിഴിയണമല്ലോ. ഒന്നുമില്ല, ജ്യൂസറിനകത്ത് ജ്യൂസ് ഉണ്ടാക്കും. മുന്തിരി ഇരിപ്പുണ്ട്, അത് എല്ലാവരുടെയും ജലദോഷമൊക്കെ പോയിട്ട് എടുക്കാൻ നോക്കാം. അതല്ല, ഇതിന് പൈസ ഇല്ലാത്ത ജോലി ഇതൊക്കെ. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ. അതിന് കുറെ പൈസ തന്നെ എപ്പോഴും വേണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. ആരോഗ്യം ഇല്ലെന്നുണ്ടെങ്കിൽ പൈസ എപ്പോഴും നമ്മുടെ കയ്യിൽ പോകും. അസുഖം വന്നു അല്ലേ. ആരോഗ്യമുള്ളവർക്ക് അസുഖം വരത്തില്ല എന്നും പറഞ്ഞാലും ഇതാവണ്ട. ആരോഗ്യമുള്ളവർക്കും അസുഖം വരുന്നുണ്ട് ഇല്ലേ. എന്താണേലും അവളെന്നെ കൊണ്ടുപോകത്തില്ല കടയിലോട്ടൊന്നും. അവൾ പറഞ്ഞു നീ ഇപ്പം അവിടെ നിന്നേച്ചാൽ മതി, ഇവിടെ ഒന്ന് ജ്യൂസൊന്നും ഉണ്ടാക്കണ്ടെന്ന് അവൾ പറഞ്ഞു. രസമല്ലേ അങ്ങനൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കിത് പൈസ ഒന്നും തരണം, അതോർത്ത് നീ എന്നെ വിളിക്കാതിരിക്കൊന്നും വേണ്ട. പൈസ ഒന്നും എനിക്ക് തരാൻ കഴിയും, ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫോണിൽ ചിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ചിലപ്പോൾ കുശുമ്പും കുഞ്ഞായിട്ടൊക്കെ ആയിരിക്കും പറയുന്നത് ഞങ്ങളെ. അങ്ങനെയൊക്കെയാണ്. ഇച്ചിരി ഉപ്പും കൂടി ഇടുവേ, മധുരം ഉപ്പും. അപ്പൊ ഇതുകൂടെ ആക്കി വെച്ചാലേ എനിക്കിങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോഴല്ലോ തൃപ്തിയായിരിക്കണം. നല്ല അടുക്കിയായിട്ട് ഞാൻ തന്നെ കേട്ടോ. എല്ലാ വീട്ടമ്മമാരും അങ്ങനെയാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. എല്ലാ വീട്ടമ്മമാരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. എന്ത് രസമാണ് എൻ്റെ വ്ളോഗേഴ്സ് എല്ലാവരും നല്ല രസമാണ് ജോലി ചെയ്യുന്നതാണ്. എന്നേക്കാൾ വൃത്തിയാണ് എൻ്റെ വ്ളോഗർമാർ ജോലി ചെയ്യുന്നത്. ഒരു കരട് എൻ്റെ സാരിക്കകത്ത് കരടില്ലല്ലോ, പിന്നെ അത് എവിടെ നിന്ന് വന്നു? എവിടെ നിന്നേലും ആവട്ടെ, അത് പോയി. ഉറുമ്പാണെ കണ്ണിന് നല്ല കാഴ്ചയും കിട്ടിക്കോളും, സാരമില്ല. നമ്മളൊക്കെ അല്ലേ ഉറുമ്പിനെയും പുഴുവിനെയൊക്കെ തിന്നാത്തത്. ഊരോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും പുഴുവിനെ എല്ലാം വേവിച്ച് ഫ്രൈ ഒക്കെ ചെയ്ത് ഞാൻ വൃത്തികേടാ മനുഷ്യർ കാണിക്കുന്നല്ലേ. അങ്ങനെ നമുക്ക് മീനെയൊക്കെ തിന്നാമെങ്കിൽ പിന്നെ അവർക്ക് പുഴുവിനെയൊക്കെ തിന്നാനല്ല അല്ലേ. നമ്മുടെ മീൻ പോലായിരിക്കും അവർക്ക് പുഴുവൊക്കെ, ശരിയല്ലേ. മെഴുക്കുവരട്ടി ഒന്നും വേണ്ട, പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല, അലക്കിയാൽ മതി. ഞാൻ വിചാരിച്ചു ചേട്ടനാണ് അങ്ങോട്ടും ആരാണ്ട് കിടക്കുന്ന പോലെ നോക്കി. ചേട്ടൻ തിണ്ണേരിപ്പുണ്ട്, നിൽക്കുന്ന നിപ്പി ഇപ്പുറത്ത് വരും, അപ്പുറത്തോടും ഇപ്പുറത്തോടും. അതാണ് കൊച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അരക്കയില്ല, അമ്മയില്ലാത്തതുകൊണ്ട്.
അമ്മ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പുസ്തകമൊക്കെ വായിച്ച് പിന്നെ ഇരുന്ന കസേരയിലൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങി ചേട്ടൻ പോയി വീഡിയോ എടുക്കും. ഇതൊക്കെ ഒരു രസമാണ്. ഇപ്പൊ അതിന്റെ രസമൊന്നുമില്ല. സൂപ്പറാട്ടോ. നല്ല നാരങ്ങ. ഇപ്പൊ നാരങ്ങയ്ക്ക് ഭയങ്കര വിലയല്ലേ? വേനലായിട്ട് ഭയങ്കര വിലയാ. കാരണം ചൈനീസ് ഓവൻ ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് എടുത്തില്ല. ഇപ്പൊ നാരങ്ങ ചേട്ടൻ മേടിച്ചോണ്ട് വന്നായിരുന്നേ. എന്നാ പിന്നെ അമ്മയ്ക്ക് നാരങ്ങ വാങ്ങിക്കുമായിരുന്നു ഇന്നും. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട്. അപ്പൊ ആ നാരങ്ങ കുറെ ഇരിപ്പുണ്ട്. എന്നാൽ അത് തീർന്നതിന് ശേഷം നമുക്ക് ചൈനീസ് ഓവൻ എടുത്താൽ മതിയല്ലോ. ഈ ചൈനീസ് ഓവൻ ഉണ്ടല്ലോ, ചിലവര് യൂട്യൂബിനകത്ത് ഞാൻ കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പൊ ഞാൻ ചേട്ടനാന്ന് വിചാരിച്ചു. ചേട്ടൻ എന്നാ ഇപ്പഴാ വന്നു കേട്ടോ. നാരങ്ങാളുണ്ടാ കേട്ടോ. ഞാൻ പറയാം നാരങ്ങാളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടേ നനയ്ക്കാൻ പോവാ. അപ്പൊ പിന്നെ വന്ന് ഫ്രഷ് ആയിട്ട് കുടിക്കാലോന്ന് വിചാരിച്ചു. ഇന്നലത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്തിടാം കേട്ടോ. ഇന്നലെ മരത്തിന്റെ തുഞ്ചത്ത് പോയിരുന്ന നമ്മുടെ വെട്ടിയ വഞ്ചിയുടെ കമ്പുണ്ടല്ലോ, അത് കിളുത്തു വരുന്നു. അതിന് നമ്മുടെ തോട്ടിയൊക്കെ വെച്ച് അത് ശരിയാ. പക്ഷെ ആ ഇരിപ്പ് കണ്ടാ നിങ്ങളൊക്കെ പേടിച്ചു. സത്യം ഒരു കുഞ്ഞ് ഇതിരിക്കുന്ന പോലെ. അശ്വതി മഴയോന്ത് സാധാരണ ഒന്നല്ല. ഇന്നിരിക്കുന്ന പോലെ നോക്കിക്കോണം കണ്ടോ. ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ അത് കേട്ടോ. അത് ഓർത്തോണം. ഇന്നലത്തെ എടുത്താലേ ഇന്നലെ വൈകിട്ട് എടുത്താലേ. ഷോ ഒന്നും പറയണ്ട. ഞാൻ ഇവിടെ എങ്ങാനും കണ്ടില്ലെങ്കിൽ എവിടെയെങ്കിലും മേളിൽ കയറി നിൽക്കുവാന്ന് വിചാരിച്ചാ മതി. അങ്ങനെ ഒരു സാധനം ഇത്. കൊച്ചുനാളിലെ മുതല് ചുമ്മാ ഇരുന്ന് ശീലയില്ല. 18 വയസ്സ് മുതല് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് 38 വർഷം ജോലി ചെയ്തിട്ട് ഇപ്പൊ റെസ്റ്റ് എടുക്കുമല്ലോ. ഫുൾ റെസ്റ്റാണ്. ഫുൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ റെസ്റ്റാ. ഇരുന്നോണ്ട് 3 നേരം കഴിച്ചോണ്ടിരിക്കുക. മറ്റേന്ന് പറഞ്ഞാൽ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിട്ട് കഴിക്കുന്ന. ഇപ്പൊ പൈസ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് 3 നേരം ദൈവം അനുഗ്രഹിച്ച് ഇന്ന് വരെ കഷ്ടപ്പാടില്ലാതെ അങ്ങോട്ട് ഓരോ ദിവസം മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ അങ്ങ് പോയാ മതി. നമുക്ക് ആവശ്യമില്ല. ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. നമ്മളൊരു ഒരു മീഡിയം സ്റ്റാൻഡേർഡിൽ ജീവിച്ചു വന്ന ആളാണ്. അപ്പൊ അത് നേരെ ഹൈയിലേക്കും പോകണ്ട, ലോയിലേക്കും പോകണ്ട. ഒരു ഇതേപോലെ തന്നെ മുന്നോട്ട് ഭരിക്കുന്നവരെ പോവുക. അത്ര ആഗ്രഹമുണ്ട്, കൂടുതലൊന്നുമില്ല. ഓക്കെ ഓക്കെ. അങ്ങനെയൊക്കെ പോത്തുള്ളൂ. നമ്മളാർക്കും ദ്രോഹങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരത്തുള്ളൂ അല്ലേ. അപ്പൊ ഞാൻ അതിന്റെ ഒക്കെ നോക്കട്ടെ. നമ്മുടെ കുറിച്ചി പറ്റിയോ നോക്കാവേ. കുറിച്ചി പറ്റി വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. സങ്കടം എല്ലാം നോക്കാൻ എല്ലാം ഉണ്ട്. ഒന്നും ചേർക്കണം. ഞാൻ അറിഞ്ഞോണ്ട് തന്നെ കുറച്ച് ഉപ്പിനെയൊക്കെ കൂടുതൽ ഇട്ടു. കാരണം ഉപ്പ് അച്ചിങ്ങാൻ മെഴുക്കുവരട്ടി മൂത്താൽ മതി. കേട്ടോ, മൂക്കട്ടെ. കുറിച്ച് ഇച്ചിരി കൂടെ പറ്റിയാൽ മതി കേട്ടോ. ബാക്കി എല്ലാം ഉണ്ട്. ഇനി ഒന്നും ചേർക്കണ്ട. ഇച്ചിരി പറ്റണം. കാണിച്ചു തരാം. കണ്ടോ മെഴുക്കുവരട്ടി. ഞാൻ പറഞ്ഞ പുളിശ്ശേരിയിലെ ഇതാട്ടോ. കുഴപ്പമില്ലല്ലേ, നമുക്ക് ഉച്ചക്കലത്തേക്കുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് എങ്ങനെ ഇരിക്കും. ഇച്ചിരി ചാറ് വരുമല്ലോ. ചാറായില്ലേ ആ ഏത്തക്കായ അങ്ങോട്ട് വെള്ളത്തിനോട്ട് പിഴിഞ്ഞങ്ങോട്ട് എടുക്കും. അപ്പം ഇച്ചിരി ചാറ് കിട്ടുമല്ലോ. അപ്പം ഇന്ന് ഉച്ചക്കലത്തേക്ക് പറ്റിക്കാം. ഇതൊക്കെ മതി. പോരാത്തതിന് ശകലം രസത്തിൻ്റെ ഇന്നലത്തെ ഇരിപ്പുണ്ടേ. ഞാൻ അതൊഴിച്ചോണ്ട് ഈ ചേട്ടനും കൊച്ചിനും കൊടുക്കും. അപ്പോൾ ഓക്കെ ആയില്ലേ. ഞാൻ ഇവിടെ ഇരുന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ നിങ്ങളുമായിട്ട് ഇച്ചിരി നേരം ഒന്ന് സംസാരിക്കാറ്. അപ്പം ചില കുട്ടികളൊക്കെ ഭയങ്കര ഉഴപ്പ് പാർട്ടികളാണ്. നമുക്കിങ്ങനെ ഞാൻ അങ്ങോട്ട് നോക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ആരുമില്ല. കൊച്ചു കോളേജിൽ പോയി ചേട്ടൻ വണ്ടി സർവീസിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ്. അപ്പം ഞാൻ ഈ വാതിൽ തുറന്നിട്ടേക്കുവാണ്. അപ്പം വാതിൽക്കാരെങ്കിലും വന്നാൽ കാണാമല്ലോ. അതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. കാലത്തിൻ്റെ പോക്കെ വല്ലാത്ത കാലങ്ങളൊക്കെ അല്ലേ.
അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ വാതിലങ്ങ് അടച്ചേക്കരുതോന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ എനിക്കൊരു ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ഇത് കാണാം, കുഴപ്പമൊന്നുമില്ല. അപ്പം കുറച്ച് കൊച്ചുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഉഴപ്പ് പാർട്ടികളാണ്. കാരണം നല്ല ആൾക്കാരും ഉണ്ട് വീഡിയോ കാണുന്നെന്ന് പൂർണ്ണ ബോധ്യമുള്ളവർ. നമുക്കിങ്ങനെ സത്യം പറഞ്ഞ ആരെയും പറഞ്ഞിങ്ങനെ കാണിക്കണം എന്നുള്ള ഒരു ഇതുമില്ല, നമുക്ക് അധികാരം ഇല്ല. നമ്മുടെ വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ് അല്ലേ? അപ്പം നമ്മൾ ആരെയും പ്രസ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ കുറച്ച് പേര് ചെറുതാക്കി എഴുതിയേക്കുന്നു, കണ്ണ് പിടിക്കുന്നില്ല, വയസ്സൊക്കെ ആയില്ലേ. അപ്പൊ പുതിയ ആൾക്കാർ, കുറച്ച് ആൾക്കാർ എനിക്ക് കയറി വന്നിട്ടുണ്ട്. സ്വിച്ച് ഓൺ ക്രിയേഷൻസ്, ഒരു ചേട്ടനാണ് കേട്ടോ. ചേട്ടനാ, ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ചേട്ടനായിട്ടാണ് തോന്നുന്നത്, ചേട്ടൻ തന്നെയാണ്. സ്വിച്ച് ഓൺ ക്രിയേഷൻസ്. ആ ചേട്ടനും ചാനലൊക്കെ ഉള്ളതാണ്. നല്ല നല്ല അറിവുകൾ പകരുന്ന ചാനലുകളാണ് കേട്ടോ. സോളാറിന്റെ അങ്ങനെ ഞാൻ കാണാറുണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്ന എൻ്റെ കാണുന്ന അവരുടെ തന്നെയല്ല, ഞാൻ പുതിയ ആൾക്കാരുടെയും ഓരോന്നൊക്കെ പോയി നോക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നാളെ ചൂണ്ടയിട്ട് മീൻ പിടിച്ചിട്ട് അവരുടെ വീഡിയോ കാണും, അല്ലാണ്ട് ചുമ്മാ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. സ്വിച്ച് ഓൺ ക്രിയേഷൻസ്. ഈ ചേട്ടൻ ആരുടെയെങ്കിലും വ്ളോഗ്, ഈ ചേട്ടൻ നിങ്ങളുടെ ഒന്നും വ്ളോഗ് കാണുന്നില്ല, ഈ ചേട്ടന്റെ വ്ളോഗ് ഒന്ന് പോയി കാണുക. ചേട്ടൻ നമ്മളെല്ലാം സഹായിക്കും. ഈ ചേട്ടൻ നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാം കാണുന്ന ചേട്ടനാ കേട്ടോ. ചേട്ടൻ ഉഴപ്പാണോന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പറയുവാണ്. കാണുന്ന അങ്കമാലി ചേച്ചി പിന്നെ സ്ഥിരം നമ്മുടെ കാണുന്നതാണ്. ഞാൻ അങ്കമാലി ചേച്ചിയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. എന്റെ പൊന്നു ചേച്ചി ആ കുളം ഒരു പരുവാക്കി, അതായത് എടുത്തു മീനൊന്നും കിട്ടിയില്ല. പോട്ടെ, സാരമില്ല. എന്നാലും ചേച്ചിയും ചേട്ടനും കൂടെ ഒത്തു നിന്നുകൊണ്ട് എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്. ദൈവം ആയുസ്സും ആരോഗ്യവും ചേച്ചിക്ക് ഇട്ടുകൊടുക്കട്ടെ. പണ്ട് ദൂരദർശനില്ലേ ഇങ്ങനെ രണ്ടുപേര് വന്നിരുന്ന് ഇങ്ങനെ സംഭാഷണം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാലോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ കേട്ടോ. പിന്നെ ഒരു കൃഷ്ണ മാഞ്ചോ, കൃഷ്ണ എന്ന് എഴുതിയിട്ട് MMA എപ്പോഴും എന്റെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അച്ചാമ്മ ചേച്ചി ഇടയ്ക്കൊക്കെ കുഴപ്പം, അച്ചാമ്മ ചേച്ചി ലൈക്ക് ഇത്രയെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിട്ടിട്ട് പോകും. ഇപ്പൊ പക്ഷെ അച്ചാമ്മ ചേച്ചി കാണുന്നുണ്ട്. പാവം ചേച്ചിയുടേതായ ജോലികളില്ല. ചേച്ചി ഈ പ്രായത്തിലും ചേച്ചി വ്ളോഗൊക്കെ ചെയ്യുന്നല്ലോ, ചേച്ചിക്ക് നല്ലത് വരട്ടെ. പാത്തൂസേ ചുമ്മാതാണോ പാത്തൂസേ? ശകലം വീഡിയോ കണ്ടിട്ട് ഓടുവാണോ? ഞാൻ പാത്തൂസിന്റെ ഫുള്ളും കാണും. എന്തെന്നോട് ചോദിച്ചാലും ഞാൻ അതിന് ഉത്തരം പറഞ്ഞു തരാം കമന്റിലൂടെ കണ്ടതിന്റെ. അബി എല്ലാം മൊത്തം ഇരുന്ന് കാണും കേട്ടോ. അബി പാവം കുട്ടി, അതിന്റെ ഹസ്ബൻഡ് അവിടെ ഇല്ല, നാട്ടിൽ പോയേക്കുവാ. അപ്പം അച്ഛന് സുഖമില്ല എന്നും പറഞ്ഞ് പോയേക്കുവാണ്. അവർക്ക് ഇന്ന് അവിടെ പേടിക്കാനൊന്നും ഇല്ലല്ലോ. അവിടെയൊക്കെ മക്കളുമായിട്ടൊക്കെ സ്വസ്ഥമായിട്ടൊക്കെ കഴിയാം. കാരണം അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ അല്ലേ, കുഴപ്പമില്ല. സൗന്ദര്യയോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. സൗന്ദര്യയുടെ ഞാൻ 2-3 എനിക്ക് ഭയങ്കര ജോലി വന്ന് മറ്റേ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയപ്പോൾ ഞാൻ പെൻഡിങ്ങിലായിരുന്നു കുറെ ആൾക്കാരുടെ വീഡിയോ. അപ്പൊ സൗന്ദര്യയുടെ ഞാൻ പെൻഡിങ്ങിലായിരുന്നേ. പിന്നെ വന്നു കഴിഞ്ഞ് എനിക്ക് ജലദോഷം കാരണം ഞാൻ കുറച്ച് വീഡിയോസ് ഓരോരുത്തരുടെ കണ്ടുവരുന്നേ ഉള്ളൂ. സൗന്ദര്യക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ, സൗന്ദര്യം നമ്മൾ വീഡിയോ കണ്ടില്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യം കാണത്തില്ല. ഞാൻ എപ്പോഴും സൗന്ദര്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. സൗന്ദര്യക്ക് എന്നോട് ദേഷ്യം വന്നാലും ശരി, ഞാൻ ഉള്ള കാര്യം തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ പക്ഷെ സൗന്ദര്യം അങ്ങനെയൊന്നും നോക്കാറില്ല. എന്റെ കണ്ടില്ലേലും ഞാൻ വന്ന് കാണും കേട്ടോ. ഹെവൻലി ഫാമിലി ഫുൾ വീഡിയോ കാണുന്ന ഫുൾ സപ്പോർട്ട് ഉണ്ട്, ഞാനും സപ്പോർട്ട് കൂടെ ചെയ്യും. ശ്രീജ ഇടക്ക് ചുരിദാറൊക്കെ ഇട്ട് വന്ന നല്ല രസമുണ്ട് കേട്ടോ. ശ്രീജ പറഞ്ഞ പോലെ എല്ലാ വീഡിയോ മൊത്തം ഇരുന്ന് കാണും. ഞാൻ എല്ലാവരുടെയും കാണുന്നുണ്ട് കേട്ടോ, ഈ പറയുന്ന എല്ലാവരുടെയും. പ്രീതി ദിലീപ് എന്റെ വീട്ടിലെ ഒരു അംഗമാണ്, മൊത്തം കാണും മൊത്തം. ഈ പേര് വായിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചും പറയാം, എന്റെ കൂട്ടുകാരുടെയും കൂടെ വീഡിയോ കാണണം കേട്ടോ. പ്രീത മോഹൻ ഈ നാട്ടിലോട്ട് പോന്നു, ബെഹറിലാന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ബെഹറിലോട്ടൊക്കെ. അപ്പം പ്രീത മോഹൻ എന്റെ ബഹ്റൈനിൽ നിന്നൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഡോളർ കൂടുതൽ കിട്ടും, ഗൾഫിൽ നിന്നൊക്കെ കാണുമ്പോൾ ഡോളർ കൂടുതൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് എന്റെ ഒത്തിരി ആൾക്കാരെ സഹായിക്കണം. എന്റെ ഭയങ്കര മെയിൻ ആൾക്കാർ, ഒത്തിരി ആൾക്കാർ, ഞാൻ ഓരോരുത്തരുടെ പേരും ഇപ്പൊ എന്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കരുതുന്ന കുറെ ഫാമിലീസ് ഉണ്ട്. ജീന, വീട്ടമ്മ വ്ളോഗ്സ്, പിന്നെ നമ്മുടെ സുപ്രീത, പിന്നെ ഞാൻ പറയാം ഹേമലത ചേച്ചി, നാരങ്ങ മിഠായി, വത്സാസ് കിച്ചൺ, ഇന്ദുലേഖ, പിന്നെ ശോഭ ചേച്ചി, മിനി ചേച്ചി, മിനീസ് ലിറ്റിൽ,
പിന്നെ ഇവരൊക്കെ ഈ ബഹറിൽ നിന്നുള്ള ആൾക്കാർ കാണണം ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ വീഡിയോയെ. പിന്നെ നമ്മുടെ എന്റെ സ്വന്തം ചേച്ചി, എന്റെ കൂടെ അജിത നായർ വെറൈറ്റി വ്ളോഗ്സ്, ആ ചേച്ചിയുടെ കണ്ണ് പ്രീത കാണുന്നുണ്ട്, ചേച്ചിയുടെ കാണുന്നുണ്ട് അല്ലെ, കാണുന്നുണ്ട്. കുട്ടനാടൻ വ്ളോഗ്സ്, പിന്നെ ആരുടെയും പേര് ജോമ ഇവരെല്ലാം സഹായിക്കണം കേട്ടോ, ഗൾഫുകാരെല്ലാം സഹായിക്കണേ. അഭീസ് ഞാൻ മുമ്പേ വായിച്ചില്ലേ കുറെ ആൾക്കാരുടെ പേര്, അവരുടെയൊക്കെ പേര് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഗൾഫിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എത്ര പ്രാവശ്യം ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പോലെ, അതുകൊണ്ടാട്ടോ. പിന്നെ അടുത്തത് പ്രീത മോഹൻ അപ്പൊ നാട്ടിൽ വന്നേക്കുവാ ബഹ്റൈന്ന്. ടിക്കറ്റൊക്കെ എനിക്ക് എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വരുന്നുണ്ട് ബഹ്റിൽ കേട്ടോ. പിന്നെ അമ്മയ്ക്ക് സുഖമില്ല, നാട്ടിൽ പോകുന്നത്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് പ്രീതേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സുശീലക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. കണ്ടെന്നുള്ളതിന്റെ കമന്റ് ഹായ് ചേച്ചി എന്നും പറഞ്ഞു മാത്രമേ വിടത്തുള്ളൂ. എല്ലാവർക്കും ഇപ്പൊ നീട്ടിക്കെട്ടി ഒന്നും ഇടാൻ പറ്റത്തില്ല. ഒരു കാര്യം പറയാം, അല്ലെങ്കിൽ ഒരു വോയിസ് ഉള്ള ഒരു ഇത് യൂട്യൂബുകാര്, ഹലോ യൂട്യൂബേഴ്സ്, യൂട്യൂബിലോട്ട് ഞാനൊരു പ്രത്യേകം നന്ദി പറയാൻ പോവുകയാണ്. നന്ദി പറയും ഇത് സമ്മതിച്ചു തരുവാണെങ്കിൽ. വോയിസ് കൊടുക്കാൻ എന്ന രീതിയിൽ ഞങ്ങൾക്കൊന്ന് ആക്കി തരണേ എൻ്റെ ദൈവമേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കലുബിലാക്ക വെച്ചോണ്ടേന് ആർക്കും എഴുതി കഷ്ടപ്പെടണ്ടായിരുന്നു. പിന്നെ സുശീല ആ മോളാണേലും ആരാണേലും ചേച്ചി എന്നും പറഞ്ഞു വിടും. പിന്നെ ലൗലി പിള്ളൈ പുതിയൊരാളാണ്, ലൗലി പിള്ളൈ ഞാൻ ഈ പറഞ്ഞവരുടെ എല്ലാം പേരോർത്താണ്, എന്റെ കൂട്ടുകാരാണ്. അവരുടെ ഒക്കെ പോയി കാണണം കേട്ടോ. എന്റെ ചേച്ചി അജിത നായർ വെറൈറ്റി വ്ളോഗ്സ് എല്ലാം കാണണേ. കലച്ചേച്ചി പിന്നെ എന്റെ വീട്ടിലെ ചേച്ചി ആയി. എന്റെ ചേച്ചി ഇവിടുത്തെ എന്റെ വേറൊരു ചേച്ചിയാണ് കലച്ചേച്ചി. പിന്നെ ഒരു ചേച്ചിയെ കാണുന്നേയില്ല, ശ്രീദേവി ചേച്ചി എവിടെ പോയെന്ന് അറിയത്തില്ല. മഞ്ഞുതുള്ളികൾ അടിപൊളി പാട്ടാ കേട്ടോ. സുമപ്രസാദ് എന്ന് പറയുന്നത് എപ്പോഴും എന്റെ വീഡിയോ കാണുന്നത്. ഈ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണ് ഒരു ദിവസം എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജയ ഇതുപോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയ ജയയുടെ ഭാഗ്യം. സത്യം പറഞ്ഞ സത്യം തന്നെ കേട്ടോ. പിന്നെ എനിക്ക് തന്നെ കിട്ടിയാൽ പോരാ, ഇനിയുള്ള എല്ലാവർക്കും കിട്ടണം. ഇപ്പോഴുള്ള എല്ലാവരുടെയും ഹസ്ബൻഡും എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ സുനിത കിച്ചൺ ചുമ്മാതാന്ന് തോന്നുന്നു കേട്ടോ, മൊത്തം കാണുന്നില്ലല്ലേ. സുനിതയുടെ ഞാൻ കുറെ കാര്യങ്ങൾ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, വേറൊന്നുമല്ല നല്ല കാര്യങ്ങൾ. സുനിത അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും എനിക്ക് അതിന്റെ കമന്റ് വിട്ടില്ല. സുനിത മൊത്തം കാണുന്നില്ല ഇല്ലേ? പക്ഷെ സുനിതയുടെ വീഡിയോ ഞാൻ മൊത്തം കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് നോ പ്രോബ്ലം, എനിക്ക് ഒരു പരിഭവം പരാതി പിണക്കവും ഇല്ല, ഉള്ളത് ഞാൻ വിളിച്ചു പറയാം കേട്ടോ. പിന്നെ ഹേമലത ചേച്ചി കാണുന്നുണ്ട്, ചേച്ചിയുടെ ഫുൾ സപ്പോർട്ടാണ് ഞാൻ. നാരങ്ങാ മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ, എന്റെ കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. പിന്നെ വത്സാസ് കിച്ചൺ ഫുൾ കാണുന്നുണ്ട് കേട്ടോ, എനിക്കറിയാം. ഇന്ദുലേഖ കാണുന്നുണ്ട് ചേച്ചി, പിന്നെ ഇന്ദുലേഖ ചേച്ചിയല്ല, എന്റെയൊക്കെ പ്രായം തന്നെ തോന്നുന്നു. വിഷ്ണു ഹംസധ്വനി കാണുന്നുണ്ട്. ശോഭ ചേച്ചി എന്താണേലും കാണുന്നുണ്ട്. മിൻ ചേച്ചി മിനീസ് ലിറ്റിൽ വേർഡ്, ഹരിദാസ് വ്ളോഗ്, വീട്ടമ്മ വ്ളോഗ്സും സുപ്രീതയുടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജോമ ഇവരുടെയൊക്കെ ഞാൻ സ്ഥിരം കാണുന്നതാണ്, എന്റെയും കാണുന്നത്. അതുപോലെ യമ്മി കിച്ചൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് പറയുന്നത്. യമ്മി കിച്ചണിലോട്ട് സാധാ അത് പറയാൻ തന്നെ ഒരു രസമുണ്ട്, കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട്, സുഖമുണ്ട് കേട്ടോ. കുട്ടനാടൻ നമ്മളൊക്കെ ഒരേ ആൾക്കാരായി പോയില്ലേ ഇപ്പൊ. ബീന മോഹൻ എന്നോട് ചോദിച്ചു എവിടാ വീടെന്ന്. എന്റെ വീട് കോട്ടയത്താണ്, ടൗൺ തന്നെ കേട്ടോ. ഇത്രയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നലത്തേനകത്ത് വന്ന കമന്റ്സ്, ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ അതിനകത്തൊക്കെ കുറെ ഉണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. വീഡിയോ കാണാത്തവര് അവരോട് ഞാൻ ഇനി അങ്ങനെ പറയാനാ, അവർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫുൾ കണ്ടിട്ട് കമന്റ് ഇടണം കേട്ടോ. കമന്റ് ഇടാൻ ചിലവർക്ക് മടിയാ, അതെനിക്ക് മനസ്സിലായി. ഞാനൊക്കെ പിന്നെ ഞാനൊക്കെ ഒരു യൂട്യൂബ് ബ്ലോഗർ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ നീട്ടിക്കെട്ടി അങ്ങ് ഇടും. വ്ളോഗൊന്നും അല്ലാത്ത വ്ളോഗുമാരെക്കാളും നമുക്ക് യൂട്യൂബ് വ്ളോഗിലേക്കാളും കമന്റ് ഇടുന്നവരെക്കാളും കാണുന്നവരെക്കാളും സന്തോഷമാണ് വ്ളോഗ് ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും ഇനിയുള്ളവരുടെ ഞാൻ എഴുതി വെച്ചോളാം. ആരാ വീഡിയോ കാണാത്തേന്ന് വെച്ചാ എന്തിയെ, ഇവിടെ ഒരു വടി ഉണ്ടായിരുന്നു കാണുന്നില്ല, ഫുൾ കണ്ടിട്ട് വേണം കേട്ടോ. ഇനി നമുക്ക് പറഞ്ഞങ്ങനെ ചെയ്യിക്കാൻ പറ്റത്തില്ല, നമുക്ക് അതിനുള്ള അധികാരവും ഇല്ല. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. വേണ്ട 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 വേണ്ട. പിന്നെ ലോട്ടറിയെ ഒരു മനുഷ്യൻ, ഒരു പ്രായമുള്ള മനുഷ്യനാണ്,
എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചേട്ടനുള്ളപ്പോൾ എടുക്കും, എടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ലോട്ടറി നമുക്ക് എടുക്കാൻ പറ്റുമോ? ഏതായാലും അങ്ങ് പോയി, ചിലപ്പോൾ അങ്ങ് പോകത്തില്ലാത്ത. അപ്പം ഇനി പുതിയ ആൾക്കാരും കൂടെ വരണം. ഇത്രയും ആൾക്കാർ ഞാൻ പറഞ്ഞവരുടെ ഒക്കെ വീഡിയോ പോയി കാണണം കേട്ടോ. ദൂരെയുള്ളവർ കണ്ടാൽ ഡോളർ കൂടുതലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ബഹ്റിനിലുള്ളത് പ്രീത മോഹൻ പിന്നെ ആരാ ബഹ്റൈൻ ദൂരെയുള്ള അഞ്ജന അനീഷിനെ കാണുന്നേ ഇല്ല. പുള്ളിക്കാരി അങ്ങായിരുന്നു, ദൂരെയായിരുന്നു. ഇപ്പൊ കമന്റ് ഇടുന്നില്ല, ഒന്നും ഇടുന്നില്ല. ശരി, അപ്പം വീഡിയോ നീണ്ടു വന്നു. ഇത്രയും ഞാൻ പറയാൻ വന്നതാ കേട്ടോ. എല്ലാവരും ഫുൾ സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ നമുക്ക് എന്താ കുഴപ്പം? നമ്മുടെ വ്യൂസ് ഒരിക്കലും മറ്റുള്ള ആൾക്ക് പോത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ വ്യൂസ് നമുക്ക് തന്നെ ഉള്ളതാ അല്ലേ? അപ്പം മറ്റുള്ളവർക്ക് വ്യൂസ് കൂടും എന്നുള്ള ചിന്തയൊന്നും നമുക്ക് പറ്റരുത് കേട്ടോ. അങ്ങനെ തോന്നരുത്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവര് ഗതി പിടിക്കത്തില്ല. ഉള്ള കാര്യം പറയാം, പൂച്ചുമ്പ് പറ്റത്തില്ല. എനിക്കാണെങ്കിൽ എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹം. ഈ പ്രീത മോഹൻ എന്ന് പറയുന്ന പുള്ളിക്കാരി അവിടുന്ന് കാണുന്നതുകൊണ്ട് എല്ലാവർക്കും ഡോളർ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞവരുടെ എല്ലാ വീഡിയോയും കാണണേ. പ്രീതക്കുട്ടി, പ്രീതി ദിലീപ്, അവരൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീഡിയോ കാണുന്ന കേട്ടോ. പിന്നെ ശ്രീദേവി നമ്മുടെ അടുത്തുള്ള, അവളുടെ പേര് എഴുതിയിട്ടില്ലായിരുന്നു. അവൾക്ക് സപ്പോർട്ട് ചെയ്യണേ എല്ലാരും കേട്ടോ. അവളെന്നെ തല്ലിക്കൊന്നേനെ ഇപ്പം. അപ്പം ഇനി ആരാ ഗൾഫിൽ നിന്നുള്ളവരുടെ ഒക്കെ ഞാൻ പ്രത്യേകം ഇനിയും എഴുതിക്കൊണ്ട് വരാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാവേ. എന്റെ വീഡിയോ കാണുവാണെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരുടെ എല്ലാവരുടെയും ഞാൻ പറയാം കേട്ടോ. അങ്ങനെ വണ്ടി സർവീസിങ്ങിനൊക്കെ കൊടുത്ത് ദാ വന്നു. കണ്ടോ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? സൂപ്പറാണല്ലേ? അതേലെ കൊള്ളാതെ. നമ്മുടെ ബാഗ് ഉണ്ട്. അതെ, ഞങ്ങൾക്കൊരു ബാഗൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിനായിട്ട് വാങ്ങിച്ചു വെച്ച ബാഗാണ്. കണ്ട, ഇതിനകത്ത് നമുക്ക് സാധനമൊക്കെ ഇട്ട് കൊണ്ടുവരാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ സർവീസിങ്ങിന് കൊടുത്തോണ്ട് അത് എടുത്തോണ്ട് പോയില്ലായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ണാൻ സമയമായി കേട്ടോ. കുറിച്ചി പീരയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കാച്ചി. പിന്നെ നമ്മുടെ തൈര്. ശരിയാണല്ലോ. എനിക്ക് ഇന്നലത്തെ രസം ഇച്ചിരി ഉണ്ടായിരുന്നു. പുളിശ്ശേരി ഉണ്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടോ കേട്ടോ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ശങ്കരൻ പിന്നെയും തന്നെ എന്താന്നറിയാം. കാരണം എന്താന്നറിയാം, നമ്മള് മുഖമൊക്കെ നല്ലതായിട്ട് അയക്കാത്തൊക്കെ എന്തോ മുഖമൊക്കെ നല്ലതായിട്ട് ക്ലെൻസ് ഇതൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി വരുമ്പോൾ എന്തെങ്കിലും ഒരു ജലദോഷം വരും. പിന്നെ നമ്മുടെ അരിമാവ് പ്രയോഗം ഒന്നും നടക്കത്തില്ല. മുഖത്തിട്ട് 10-15-20 മിനിറ്റൊക്കെ ഇരിക്കാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് എൻ്റെ മുഖം പഴയതുപോലെ ശങ്കരൻ പിന്നെയും തന്നെ പോലെ ആയി. ഇതൊക്കെ ഡെയിലി യൂസും ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് കൊള്ളാം അല്ലേ? ശരിക്കും അത് നല്ലൊരു സാധനം തന്നെയാണ്. പച്ചരി അരച്ച് മുഖത്തിടുന്നതും പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നല്ല വ്യത്യാസം വന്നായിരുന്നു. പക്ഷേ ഇപ്പം വീണ്ടും അതുപോലൊക്കെ തന്നെ ആയി. കാരണം എനിക്ക് ജലദോഷം മാറിയിട്ട് വേണം ഇനി ബാക്കിയൊക്കെ നോക്കാൻ. അതാണ് അങ്ങനെ പറയാൻ കാരണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ജോലിയിലോട്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായി കേട്ടോ. നിൽക്കുകയും നീലുമൊക്കെ വിചാരിക്കുക ഇവക്ക് എന്നെ പ്രാന്താണോ എൻ്റെ കൂടിൻ്റെ പുറകിൽ വന്ന് നിന്ന് ഇവിടെ എന്തൊക്കെയായി സംസാരിക്കുന്നതെന്ന്. എന്നാടി മുത്തേ ചിരിച്ചു കാണിക്കാണോ? പിടിക്കത്തില്ല. പിന്നെ അവള് മേലെ എഴുതാൻ നേരം പിടിക്കാം അല്ലേ? അപ്പോൾ അവലോർക്കുന്നുണ്ട് എന്തൊക്കെ പ്രാന്ത് കാണിച്ചാലോ ഒരു വീഡിയോ ഒരു ദിവസം നമുക്ക് ഫുള്ളാക്കാൻ പറ്റുക അല്ലേ? എന്നിട്ട് ആൾക്കാർ ശരിക്കും വിചാരിച്ച ആൾക്കാരുടെ ഓരോരുത്തരുടെ ഓരോ കമൻറ്റുകൾ ഓരോരുത്തർക്ക് വന്ന കമൻസ് എല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നും അല്ലേ? നമ്മളെന്ത് പാടുപെട്ടാ നമ്മൾ വീഡിയോ ഒക്കെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ മാവിൻ്റെ പൂ മുഴുവൻ പൊഴി ഇങ്ങനെ ആയേക്കുന്നതുകൊണ്ടേ മുഴുവൻ ഈ ഇല ഇങ്ങനെ തൂങ്ങി വരുന്നൊരു സൈസ് പുഴു ഉണ്ടല്ലോ. ആ പുഴുവിൻ്റെ കടിയെല്ലാം കൊണ്ട് കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മെത്തൂടെ ഒരു പുഴു വന്നേ. ആ പുഴു എന്നെ ചൊറിഞ്ഞ് ആ ചൊറിച്ചിലും സഹിച്ച് ഇതെല്ലാം സഹിച്ചല്ലേ നമ്മളൊരു ഇൻട്രൊഡക്ഷനോ വീഡിയോ നിർത്തുന്നതോ വീഡിയോ പറയുന്നതോ എല്ലാം ചെയ്യുന്നത്. മിക്കവാറും എന്നെ പുഴു കടിക്കാറുണ്ട്. അത് ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ പോയേക്കാൻ വീഡിയോ ഒക്കെ പിടിച്ചിട്ടല്ലേ ശരിക്കും പറഞ്ഞാൽ എന്നെ പുഴു മര്യാദയ്ക്ക് അടങ്ങിയും കുത്തിയും വീട്ടിനകത്ത് ഇരിക്കുവാണെങ്കിൽ പുഴു പിടിക്കുമോ? ഇല്ല, പുഴു
കടിക്കത്തില്ല. എന്നാലും നമുക്ക് സാരമില്ല, നമുക്കൊരു രസമല്ലേ വീഡിയോ ഒക്കെ പിടിച്ച് നമുക്കൊരു വരുമാനം സ്വന്തമായിട്ട് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ശരിക്കും ചിരകാല അഭിലാഷം തന്നെ അല്ലേ. അപ്പം നമുക്ക് ഉടനെ ഒന്നും ആയില്ലെങ്കിലും നമ്മൾ ഓരോ ദിവസവും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ വരുമാനത്തിന് നല്ലൊരിതുണ്ട് ശരിക്കും കിട്ടാനുള്ള ഒരു സന്തോഷം. അതായത് നമുക്ക് ഇല്ലായ്മ ഉണ്ടായിട്ടല്ല, ഉള്ള കാര്യം ഞാൻ പറയാണ്. ചേട്ടന് നമുക്കൊരു വരുമാനം കിട്ടുമ്പോൾ നമ്മുടെ ഭർത്താവിനെ നമുക്ക് ചേട്ടാ അതേ ഇങ്ങ് കിട്ടിയിരിക്കുന്നു എന്നാന്നും പറഞ്ഞ് ഞാൻ മൊത്തമായിട്ട് എന്നോടും ചേട്ടൻ ഒന്നും മേടിക്കത്തില്ല, ഞാൻ കളയത്തൂലെന്നറിയാം. പക്ഷേ നമുക്കതൊക്കെ ഒരു ഭയങ്കര സന്തോഷമല്ലേ. വെയിലിങ്ങോട്ട് അടിക്കുന്നു, അതാണ് എൻ്റെ കണ്ണൊക്കെ മങ്ങുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്നുമല്ലേ. അന്നേരം അപ്പോൾ ഇന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇന്ന് ദോശ മാവിരിപ്പുണ്ട്. ദോശ കടലക്കറി, രാവിലെ വെച്ച കടലക്കറി. ഇന്ന് പുട്ടും കടലക്കറി ആയിരുന്നല്ലോ. അപ്പം അതാണ് ഇന്ന് രാത്രിയിൽ ദോശയും കടലക്കറിയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഒരു പച്ചക്കുതിര അയ്യോ എൻ്റെ കണ്ണും പിടിച്ചില്ല. പച്ചക്കുതിര അല്ലായിരുന്നു, മാവിൻ്റെ തളർത്ത ഇലയായിരുന്നു. വെള്ളെഴുത്തും എല്ലാം ആയി, ഈ പരുവത്തിലായി. അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട. പോട്ടെ എനിക്ക് ജോലിയുണ്ട്. അന്നേരം നമുക്ക് വീഡിയോ നിർത്താൻ സമയമായില്ലേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ എന്നാ ചെയ്യണടി നീലിക്കുട്ടി സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെടിക്കുന്നത് മറ്റവർ നക്കും ചെറപ്പ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെയാണ്. ടാറ്റാ.